നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് പാലക്കാട് ജില്ലയിൽ ചന്ദ്രനഗർ ഇരട്ടയാൽ എന്ന ഒരു ചെറുദേശമാണ്. ഏകദേശം 12 പരം വർഷത്തെ ആയുർവേദ ചികിത്സാ രംഗത്തെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വം. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടറും അതുപോലെ തന്നെ ഗ്രാറ്റസ് കിഡ്സ് പാലക്കാട് ഓട്ടിസം സെന്റർ ആൻഡ് ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, ഈ ഒരു സെന്ററിനെ കുറിച്ച് പറയുമ്പോൾ സത്യത്തിൽ അത് വലിയൊരു ഒരു വിവരണം കൂടിയാണ്. അത് ആ ഒരു സെന്ററിന്റെ പ്രവർത്തനങ്ങളും പ്രത്യേകതകളും ഒക്കെ നമ്മളോട് പങ്കുവെക്കുവാൻ, ലോകമെമ്പാടുമുള്ള വിരുന്നിന്റെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ഈ ഒരു സെന്ററിന്റെ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ധീരജ് സാർ വിരുന്നിന്റെ അതിഥിയായിട്ട് നമ്മളോടൊപ്പം ഉണ്ട്. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടു കൂടി തന്നെ സ്വാഗതം ചെയ്യാം ഡോക്ടർ ധീരജ് സാറിനെ വിരുന്നിലേക്ക്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഡോക്ടർ, ആദ്യം തന്നെ ഗ്രാറ്റസ് കിഡ്സ് എന്താണ്? ഗ്രാറ്റസ് കിഡ്സ്, അതുപോലെ എങ്ങനെയാണ് താങ്കൾ ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്? ഇത് എന്തൊക്കെ ഉദ്ദേശത്തോടു കൂടി സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്? ഇത് മറ്റുള്ള ജീവിതങ്ങൾക്ക് ഒരു വഴിത്തിരിവാകുന്നത് എങ്ങനെയാണ്? പറയൂ. എന്തൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. ഗ്രാറ്റസ് എന്നുള്ള വേർഡിൻ്റെ മീനിങ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ്. നമുക്കുള്ളതിനെ എല്ലാം നന്ദി ഉണ്ടായിരിക്കുക എന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത് ഒരു 2.5 വർഷത്തോളം മുൻപാണ്. അതിനു മുൻപ് ഏകദേശം 10 വർഷത്തോളം ആയുർവേദം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ആയുർവേദ ഡോക്ടർ എന്നുള്ള രീതിയിൽ ഏതെങ്കിലും മേഖലയിലേക്കൊരു സ്പെഷ്യലൈസേഷനായിട്ട് വരണമെന്ന് എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. ആ ഒരു രീതിയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഗുരുനാഥന്മാരുടെയും നമ്മുടെ സീനിയറായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെയും എല്ലാവരുടെയും ഒരു അനുഗ്രഹം കൊണ്ടും അതുപോലെ തന്നെ അവരുടെയൊക്കെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെയും ഫലമായിട്ടാണ് നമ്മളിതുപോലുള്ളൊരു ആയുർവേദം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തെറാപ്പി രീതി, അതാണ് ഗ്രാറ്റസ് കിഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സെന്റർ തുടങ്ങുമ്പോൾ, ഇപ്പോൾ താങ്കളുടെ മനസ്സിലുള്ള ഉദ്ദേശം പറയുകയുണ്ടായി, ഈ ഒരു സെന്റർ തുടങ്ങുമ്പോൾ ഈ ഒരു മേഖലയിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക്, രക്ഷിതാക്കൾ അവരാണല്ലോ എത്തിക്കേണ്ടത്. അപ്പോൾ അവർ ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണ് ഇത് സാന്ത്വന കേന്ദ്രമായി മാറുന്നത് എന്ന് പറയും? ഗ്രാറ്റസ് കിഡ്സ് പ്രധാനമായിട്ടും തെറാപ്പി കൊടുക്കുന്നത് 5 മേഖലയിലുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കാണ്. 1 ഓട്ടിസം, 2 ADHD, സെറിബ്രൽ പാൾസി, ഡൗൺ സിൻഡ്രോം, മറ്റ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ്, ലേണിംഗ് ഡിസബിലിറ്റീസ് തുടങ്ങിയവ. ഈ ഒരു മേഖലയിലുള്ള കുട്ടികൾക്കാണ് വിവിധങ്ങളായിട്ടുള്ള തെറാപ്പികൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഗ്രാറ്റസ് കിഡ്സ് ഉദ്ദേശിക്കുന്നത്. ഗ്രാറ്റസിൽ ഇവിടെ നമുക്ക് 6 ഡിപ്പാർട്ട്മെൻറ്റുകളാണ് ഉള്ളത്. സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്, സ്പീച്ച് തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഫിസിയോതെറാപ്പി, സെൻസറി ഇൻ്റഗ്രേഷൻ, ആയുർവേദ. ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി സെൻ്ററാണ്. ഒരു കുട്ടിക്ക് വേണ്ട എല്ലാവിധത്തിലുള്ള തെറാപ്പികളും മരുന്നുകളും ഡയറ്റും അവരുടെ ഡെയിലി റുട്ടീൻ കറക്ഷനും, ദിനചര്യ എന്ന് പറയുന്ന ഡെയിലി റുട്ടീൻ കറക്ഷനും, ഇതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു കുട്ടിക്ക് വേണ്ട മൊത്തത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ്, അതുകൊണ്ട് തന്നെയാണ് ഗ്രാറ്റസ് കിഡ്സ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. അങ്ങനെ മൊത്തത്തിലുള്ളൊരു ഡെവലപ്മെൻറ്റാണ് നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. വളരെ നല്ല കാര്യം ഡോക്ടർ. അതുപോലെ തന്നെ നമ്മുടെ ഒരു സാധാരണ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മറ്റുള്ള ജോലികൾക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കൾ, അങ്ങനെ നമുക്ക് ഉദ്ദേശത്തിൽ എടുക്കാം. അങ്ങനെയുള്ളൊരു വ്യക്തികൾക്ക് അവരുടെ കുട്ടികളുടെ ഇതൊരു ചികിത്സ ആവശ്യമായിട്ടുള്ള ഒരു സമയമായി, അല്ലെങ്കിൽ കുട്ടിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സമയം എങ്ങനെ നമുക്ക്, അതല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങൾ കുട്ടി കാണിച്ചു തുടങ്ങുമ്പോഴാണ് നമുക്കൊരു ഡോക്ടറിനെ സമീപിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാറ്റസ് കിഡ്സിലേക്ക് ഇത് എത്തിക്കാം എന്നുള്ളൊരു ചിന്ത പറയേണ്ടത് എപ്പോഴാണ്? ഇന്ന് ഞങ്ങൾക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നത് 1.5 വയസ്സ് 1.25 വയസ്സ് വരെയുള്ള അത്രയും ചെറുപ്രായത്തിലുള്ള കുട്ടികളാണ് നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നത്തെ പാരൻസ് കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് അത്രയും അവെയർ ആണ് എന്നാണ് നമ്മൾ അതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കുന്നത്.
സാധാരണ കുട്ടികളുടെ കാര്യത്തിൽ പറയുമ്പോൾ പലപ്പോഴും നമുക്ക് ഇനീഷ്യൽ ഫോൺ കോൾസ് നമുക്ക് വരാറുണ്ട്. അതിൽ നിന്ന് എപ്പോഴും നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് കുട്ടികൾ സംസാരിക്കുന്നില്ല, കുട്ടികളുടെ സ്പീച്ച് ഡിലേ ആണ് എന്നത് മാത്രമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സംസാര വൈകല്യം എന്നുള്ള രീതിയിൽ പാരൻസ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലുള്ള മുതിർന്നവരോ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ അയൽവാസികളോ സുഹൃത്തുക്കളോ എല്ലാം തന്നെ എന്തുകൊണ്ട് ഈ കുഞ്ഞ് സംസാരിക്കുന്നില്ല എന്നൊരു ചോദ്യം മാത്രമായിരിക്കും ഒരു പാരൻറ്റിൻ്റെ അടുത്ത് ചോദിക്കുക. അതല്ലാതെ ആ കുട്ടിക്കുള്ള ശാരീരികമായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സ്വഭാവത്തിലുള്ള മറ്റ് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും തന്നെയും ഇവരുടെ ഒരു കണ്ണിൽ പെടില്ല എന്നുള്ളതാണ് കാരണം. അപ്പോൾ അങ്ങനെ സംസാര വൈകല്യമുള്ള ഒരു കുട്ടി എന്നുള്ള രീതിയിൽ നമ്മുടെ മുന്നിൽ വരുമ്പോൾ, നമ്മുടെ അടുത്തെത്തുമ്പോൾ ഇവിടെ ഒരു ഡോക്ടറുണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, സ്പീച്ച് തെറാപ്പിസ്റ്റ് ഉണ്ട്, സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പിസ്റ്റ് ഉണ്ട്. ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു ടീമാണ് ഈ കുട്ടിയെ പരിശോധിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടിക്ക് ഇത്രയും വൈകല്യങ്ങളുണ്ട്, ആ കുട്ടി സംസാരിക്കാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ മറ്റു പലതുമാണെന്ന് നമുക്ക് ഈ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊരു ടീം തന്നെയുണ്ട്. അത്രയും പേരടങ്ങുന്ന ഓരോ സെഷനിന്റെ അത്രയും ടീമിന്റെ ഓരോ കാഴ്ചപ്പാടുകളാണ് ഈ കുട്ടികൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെ, കാരണം പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്, നമുക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്, തെറാപ്പി സെൻറ്ററുകളുണ്ട്. ഇപ്പോൾ നമുക്ക് സ്പീച്ച് തെറാപ്പി സെൻ്ററുണ്ട്, അതുപോലെ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, ഇങ്ങനെയുള്ള പല സെൻറ്ററുകളും നമുക്കുണ്ട്. പക്ഷേ ഇതെല്ലാ പ്രൊഫഷണൽസും ഒരു കുടക്കീഴിൽ വന്നുകൊണ്ട് അവർ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ഒരു കുട്ടിയുടെ ബുദ്ധിമുട്ട് ഇവിടെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം, എപ്പോഴാണ് ഒരു പാരൻറ്റിന് ഒരു കുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ എന്നുള്ളതാണ് ടെക്നിക്കലായിട്ടുള്ളൊരു ടേം അതിൽ യൂസ് ചെയ്യേണ്ടത്, മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. നമുക്ക് ഏകദേശം ഒരു കുട്ടി, 1 വയസ്സായ ഒരു കുട്ടി 1 വാക്ക് സംസാരിക്കാം, 2 വയസ്സായ കുട്ടി 2 വാക്കുകൾ ചേർത്തിട്ട് സംസാരിക്കാം, 3 വയസ്സായ കുട്ടി 3 വാക്കുകൾ ചേർത്തിട്ട് ഒരു വാചകം പറയാം, 4 വയസ്സായ കുട്ടികൾ നറേറ്റ് ചെയ്യുക, സ്റ്റോറി പറയുക. ഇതൊക്കെയാണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുട്ടി എപ്പോഴാണ് മുഖത്ത് നോക്കി ചിരിക്കേണ്ടത്, ഒരു കുട്ടി എപ്പോഴൊക്കെയാണ് കണ്ണിൽ നോക്കുന്നത്, കുട്ടി എപ്പോഴൊക്കെയാണ് ഹായ് ബായ് പറയുന്നത്, ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള ഒരു സമയമുണ്ട്. അതാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇന്നത്തെ പല പാരൻസിനും, എഡ്യൂക്കേറ്റഡ് ആയിട്ട് പാരൻസിനും അത് അറിയാം. അപ്പോൾ അവർക്ക് ആ ഒരു സമയത്ത് കുട്ടിക്ക് ആ ഒരു ഡെവലപ്മെൻറ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ അവർ അത് ഉടനെ തന്നെ പരിശോധിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് നല്ലൊരു കാര്യം. പണ്ട് കാലത്ത് അത് ഉണ്ടായിരുന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിലെ മുത്തശ്ശിമാർക്ക് അറിയാം കുട്ടി എപ്പോഴാണ് കഴുത്തുറയ്ക്കുന്നത്, എപ്പോഴാണ് കമിഴുന്നത്, മുട്ടുകാലിൽ നടക്കുന്നത് എല്ലാം അറിയാം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റിലേക്ക് എത്തുമ്പോഴേക്കും പലപ്പോഴും സംസാരിച്ചില്ല എന്ന് പറയുമ്പോൾ അവർ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുറേ കുട്ടികൾ അത് കുറച്ച് പ്രായമെത്തുമ്പോൾ സംസാരിക്കാറുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ ഒരു കുട്ടി സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ, ആ കുട്ടിയെ കൃത്യമായിട്ട് നമ്മളത് പരിശോധിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ, അത് നമ്മൾ ആ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഡോക്ടർ, അതുപോലെ ഇപ്പൊ നമ്മുടെ സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഗ്രാറ്റസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, നമ്മളിലേക്ക് എത്തുന്ന ഒരു കുട്ടിയുടെ ഒരു ദിനചര്യ എങ്ങനെയാണ്, നമ്മുടെ സെന്ററിലെ സ്റ്റാഫുകൾ അല്ലെങ്കിൽ ഡോക്ടറുടെ നേതൃത്വത്തിൽ പോകുന്ന ആ ഒരു കൂട്ടായ്മ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മളൊരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ഒരു കുഞ്ഞിന് ഒരു ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശാരീരികവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഒരു 5 ഫാക്ടേഴ്സാണ് നമ്മളെപ്പോഴും പാരൻസിനോട് പറയാറുള്ളത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യൂ എന്നുള്ളതാണ് പറയാറുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ തെറാപ്പിയാണ്. അതായത് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് കുട്ടിക്ക് കൊടുക്കേണ്ട തെറാപ്പീസ് അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഹോം ട്രെയിനിങ് ആണ്. കാരണം ഞങ്ങളിവിടെ കൊടുക്കുന്ന തെറാപ്പീസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ നമ്മൾ പറയേണ്ടത്, നമ്മളൊരു ടോർച്ച് അടിച്ച് കാണിക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ. നമ്മൾ വഴി കാണിച്ചു കൊടുക്കുന്നു, ആ വഴിയിലൂടെ കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടത് കുഞ്ഞിൻ്റെ പാരൻസ് തന്നെയാണ്. ഞങ്ങൾക്കിവിടെ 45 മിനിറ്റോ 1.5 മണിക്കൂറോ മാത്രമൊക്കെയാണ് നമുക്കൊരു കുഞ്ഞിനെ കിട്ടുന്നത്. അതുകൊണ്ട് ഒന്നും ആവുന്നില്ല ആ കുട്ടിയുടെ ലൈഫിൽ. ബാക്കി 22.5 മണിക്കൂറും പാരൻറ്റിൻ്റെ കൂടെയാണ്. സോ ഹോം ട്രെയിനിങ് എന്ന് പറയുന്നത് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് ഡയറ്റിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പ്രത്യേകിച്ച് ഹൈപ്പർ ആക്ടിവിറ്റി കൂടിയ കുട്ടികൾക്ക്, ADHD ഉള്ള കുട്ടികൾക്ക്, ഓട്ടിസം ഉള്ള കുട്ടികൾക്കെല്ലാം ഡയറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റിനെ കുറിച്ചിട്ടും ഒരു ഗട്ട് ബ്രെയിൻ തിയറിയെ കുറിച്ചിട്ടെല്ലാം ഒരുപാട് റിസർച്ചസ് നടക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ പേപ്പേഴ്സൊക്കെ തന്നെയും നമുക്ക് ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്താൽ കിട്ടുന്നൊരു കാര്യമാണ്. ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നതാണ് ദിനചര്യ, റെഗുലർ ആയിട്ടുള്ള അവരുടെ റുട്ടീൻ എന്ന് പറയുന്നത്. ഈ റുട്ടീൻ നമ്മൾ എപ്പോഴും കറക്റ്റ് ചെയ്ത് വെക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ശനിയും ഞായറും മുടക്കമായി കഴിഞ്ഞാൽ തിങ്കളാഴ്ച സ്കൂളിൽ പോയ ഒരു കുട്ടിക്ക് മടിയാണ്. സാധാരണ ഒരു കുട്ടിക്ക് അങ്ങനെ മടിയാവുമ്പോൾ 2 ദിവസം റുട്ടീൻ തെറ്റിക്കഴിഞ്ഞാൽ ഒരു കുട്ടിയുടെ അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് റുട്ടീൻ വളരെ പ്രധാനപ്പെട്ട. 5ാമത്തെ കാര്യമാണ് ആയുർവേദിക് മെഡിസിൻസ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.
ഹൈപ്പർ ആക്ടിവിറ്റി കുറയ്ക്കാൻ, കോൺസെൻട്രേഷനും അറ്റൻഷനും കൂട്ടാനായിട്ട്, നല്ല ഉറക്കം കിട്ടാനായിട്ട്, നല്ല ഡൈജഷൻ കിട്ടാനായിട്ട് എല്ലാം ആയുർവേദിക് മെഡിസിനും പഞ്ചകർമ്മയും നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഈ 5 കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഞങ്ങളുടെ അനുഭവത്തിലുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രാജുവേഷൻ്റെ പ്രധാനമായിട്ട് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ട അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കേണ്ട പ്രധാന ഘടകം നമ്മളുടെ ഈ ഒരു കുട്ടികളുടെ ഡെവലപ്മെന്റിനും അതുപോലെ നമ്മുടെ ട്രീറ്റ്മെന്റ് രീതികൾക്കൊക്കെ നമ്മുടെ ഈ ആയുർവേദത്തിന്റെ ആ ഒരു സാധ്യത എത്രമാത്രം ഫലപ്രദമായി വരുന്നുണ്ട്? ആയുർവേദത്തിൻ്റെ സാധ്യത ഇവിടെ വളരെയധികം ഉണ്ട്. കാരണം നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന കുട്ടികളുമുണ്ട്, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്ത കുട്ടികളുമുണ്ട്. അതൊക്കെ ഓരോ പാരൻസിൻ്റെ ചോയ്സ് കൂടെയാണ്. പക്ഷേ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്ന കുട്ടികളിൽ ഞങ്ങൾ കണ്ടിട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഒരു സ്പീഡ് വളരെ കൂടുതലാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ കുട്ടികളെല്ലാം തന്നെ ഇമ്മ്യൂണിറ്റി വളരെ കുറവുള്ള കുട്ടികളായിരിക്കും. പലപ്പോഴും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ പെട്ടെന്ന് വരിക. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വരുന്ന കുട്ടികളുണ്ടാവും. ഇതിൻ്റെ ഒരു പ്രോബ്ലം 2ആണ്. ഒന്ന്, പെട്ടെന്ന് അസുഖം വരുന്നു എന്നുള്ളതും, 2 അവർക്ക് തെറാപ്പീസ് മുടങ്ങിപ്പോകുന്നു എന്നുള്ളതും. ഇപ്പോൾ തെറാപ്പീസ് മുടങ്ങി പോകുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാകുന്നത് കുട്ടികൾക്ക് വന്നിട്ടുള്ള ഡെവലപ്മെൻറ്റിൽ തിരിച്ചൊരു റിഗ്രഷൻ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ തെറാപ്പിസ്റ്റ് പറയും, കഴിഞ്ഞ ആഴ്ച ഈ കുട്ടി ഇത്രയും കാര്യങ്ങൾ പഠിച്ചതായിരുന്നു, പക്ഷേ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതായിരുന്നു, പക്ഷേ 2 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ അത് സംസാരിക്കുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ആയുർവേദ തെറാപ്പീസ് ചെയ്യുന്ന കുട്ടികൾക്കും ആയുർവേദ മെഡിസിൻ എടുക്കുന്ന കുട്ടികൾക്കും അവരൊരു ഡെവലപ്മെൻറ്റ് കുറച്ചുകൂടി ഫാസ്റ്റായിട്ടും കാണുന്നുണ്ട്. കിട്ടിയ ഡെവലപ്മെൻറ്റ് അവർക്ക് സസ്റ്റെയിൻ ചെയ്തവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു അനുഭവത്തിലുള്ളൊരു കാര്യമാണത്. ദിനചര്യയിൽ കരുതേണ്ട കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ കുട്ടികൾക്കായിട്ട് ഒരു റുട്ടീൻ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞങ്ങളൊരിക്കലും ഇവിടെ നിന്ന് ഒരു കുട്ടിക്ക് ഇത്ര മണിക്ക് എണീക്കണം, ഇത്ര മണിക്ക് ഭക്ഷണം കഴിക്കണം എന്നൊന്നും പറയാറില്ല. പക്ഷെ അതൊക്കെ ഓരോ കുട്ടിയുടെ കംഫർട്ട് കൂടിയാണ്. പക്ഷേ നമ്മുടെ കുട്ടി എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് ആ ടൈം വെച്ചിട്ട് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മുടക്ക് ദിവസമോ ഞായറാഴ്ചയോ അല്ലെങ്കിൽ വിശേഷ ദിവസമോ കല്യാണമോ ഒക്കെ വന്നാൽ പോലും നമ്മൾ ആ കുട്ടിയുടെ റുട്ടീൻ തെറ്റിക്കാൻ പാടില്ല. 7 മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടിയാണെങ്കിൽ എല്ലാ ദിവസവും 7 മണിക്ക് എഴുന്നേൽക്കുക. 7:30ക്കാണ് ആ കുട്ടി ടോയ്ലറ്റിൽ പോകുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും 7:30ക്ക് തന്നെ കുട്ടിയെ ടോയ്ലറ്റിൽ കൊണ്ടുപോകുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം. ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റൽ ടൈമിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പാരൻസിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ആ കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തുകൊള്ളും. ഇതാണ് ദിനചര്യയെക്കുറിച്ച് പറയാനുള്ളത്. ഡയറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഓട്ടിസം ഉള്ള കുട്ടികൾക്കും അതുപോലെ ADHD ഉള്ള കുട്ടികൾക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡയറ്റിലെ 5 കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. 1, പാലും പാലുൽപ്പന്നങ്ങളും. ഇത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാം. പാലും പാലിനോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. അവർക്ക് മോര് കഴിക്കാം, അതൊഴികെയുള്ള എല്ലാ പാലുൽപ്പന്നങ്ങളും സ്ട്രിക്റ്റായിട്ട് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. 2ാമത്തെ കാര്യം ഗോതമ്പ് ഉൽപ്പന്നങ്ങളുമാണ്. ഇതും വളരെ സ്ട്രിക്റ്റായിട്ട് അവോയ്ഡ് ചെയ്യുക. നമ്മളിതിനെ കെസിൻ ഫ്രീ, ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ കുട്ടികൾ എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന ചപ്പാത്തി, പൊറോട്ട, പൂരി, ബിസ്ക്കറ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ബ്രെഡ്, ബണ്ണ്, കേക്ക് എല്ലാ കാര്യങ്ങളിലും വരുന്നതാണ് ഈ മൈദ അല്ലെങ്കിൽ ഗോതമ്പ് എന്ന് പറയുന്ന കാര്യം. ഇത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. 3ാമത്തെ കാര്യം ഷുഗറാണ്. വൈറ്റ് ഷുഗർ അവോയ്ഡ് ചെയ്യുക. കുട്ടികൾക്ക് ഒരുപാട് കാലോറി കൊടുക്കരുത് എന്നുള്ളതാണ്. കാരണം അവർക്ക് അധികം മധുരം ചെല്ലുന്തോറും ഒന്ന് ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്, മറ്റത് അവരുടെ എനർജി ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കും. അത്രയും മധുരം കഴിച്ചിട്ട് കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആവരുത് എന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മധുരം ഒഴിവാക്കുക. അടുത്തത് സിട്രസ് ഫ്രൂട്ട്സ് ഒഴിവാക്കാം. പുളിപ്പുള്ള പഴങ്ങൾ, അത് മധുരമുള്ള പഴങ്ങളൊക്കെ കഴിക്കാം, പക്ഷേ നമ്മൾ സിട്രസ് ഓറഞ്ച്, നാരങ്ങ, മുസമ്പി അങ്ങനെയുള്ള കാര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. അടുത്തൊരു കാര്യം പറയുന്നത്, വളരെ ഓവർ സ്പൈസി ആയിട്ടുള്ള ഫുഡ്. പല കുട്ടികൾക്കും ഭയങ്കരമായിട്ട് എരിവായിരിക്കും ഇഷ്ടം. നമ്മൾ കുട്ടികൾക്ക് മധുരം ഇഷ്ടം എന്ന് പറയുമ്പോൾ ചോദിച്ചാൽ പറയാം, എൻ്റെ മോൻ നന്നായിട്ട് എരിവ് കഴിക്കുമെന്നുള്ള പറയും. ഈ എരിവ് അധികമായിട്ട് കഴിക്കുന്നത് വളരെ അപകടമാണ്. അത് നമ്മൾ പച്ചമുളക്, വറ്റൽമുളക്, റെഡ് ചില്ലി എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നമ്മൾ കറികളിൽ എപ്പോഴും എരിവിന് കുരുമുളകും പുളിക്ക് തക്കാളിയും ഉപയോഗിക്കുന്നത് കുട്ടികൾക്ക് നല്ലതാണ്. മറ്റു മുളകും പുളിയും പരമാവധി ഒഴിവാക്കുന്നത്. ഈ ഡയറ്റ് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഒരു ഗണ്യമായ രീതിയിൽ കുറയുന്നത് കാണാൻ പറ്റും. ഇതൊരു ചെറുതായിട്ട് തെറ്റിക്കുമ്പോൾ, അത് ഞങ്ങളുടെ ഒരു അനുഭവമാണ്. ഈ ഡയറ്റൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യും. എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വന്നാലോ അല്ലെങ്കിൽ വീട്ടിലൊരു വിരുന്നുകാർ വന്നാലോ വരെ ഒരു നാട്ടുനടപ്പ് അനുസരിച്ച് ചോക്ലേറ്റ് കൊടുക്കും. അടുത്ത ദിവസം ഇവിടെ വരുമ്പോൾ തെറാപ്പിസ്റ്റ് പറയും, ഈ കുട്ടി ഇന്നലെ എന്താ കഴിച്ചതെന്ന് ചോദിക്കും. കാരണം ആ കുട്ടി ഹൈപ്പർ ആക്ടിവിറ്റി കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടിയുടെ സിറ്റിംഗ് ടോളറൻസ് കുറഞ്ഞിട്ടുണ്ടാവും. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ അതിന് നമുക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. മാത്രമല്ല, നമ്മൾ ഈ ഒരു സെൻറ്ററിൽ നിന്ന് നമ്മൾ കുട്ടികളെ ഡിസ്ചാർജ് ചെയ്യുക എന്നൊരു കാര്യമുണ്ട്.
അതായത് പലപ്പോഴും പാരൻസ് പറയും ദീർഘകാലമായിട്ട് തെറാപ്പിക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്യുന്നു എന്നൊക്കെ പറയും. അങ്ങനെയൊന്നുമല്ല. ഞങ്ങളുടെ ഈ ഒരു 2.5 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 4 കുട്ടികളെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതായത് അവരെ നമ്മളീ പറയുന്ന ഫാക്ടേഴ്സ് എല്ലാം ആ പാരൻസ് കൂടി കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. അല്ലാതെ അത് ഞങ്ങളുടെ മാത്രം കഴിവെന്നൊന്നുമല്ല. അത്രയും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് കൊണ്ട് ഈ കുട്ടി ഇനി തെറാപ്പി ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ഒരു മോണിറ്ററി തെറാപ്പി മന്ത്ലി വൺസോ വീക്ക്ലി വൺസോ ഒക്കെ മാത്രം വരുന്ന രീതിയിലേക്ക് ആക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ആ പാരൻസ് അത്രയും നന്നായിട്ട് ഫോളോ ചെയ്തതിൻ്റെ വിജയമാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ആ ഒരു രീതിയിൽ സംസാരം എത്തുമ്പോൾ ഇത് നമുക്ക് ഏത് ടൈം വരെ, കുട്ടികളുടെ എത്രാമത്തെ വയസ്സ് വരെ നമുക്ക് ഇത് ഫോളോ ചെയ്യേണ്ടി വരും, അങ്ങനെ ചെയ്യേണ്ടി വന്നാൽ? ഞങ്ങളിവിടെ 16 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് എടുക്കുന്നത്. കുട്ടികൾ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ട് 16 വയസ്സ് വരെയാണ്. കാരണം അവർക്കൊരു ബിഹേവിയർ മോഡിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ഏജ് 16 വരെയാണ്. 16 മുകളിലുള്ള കുട്ടികളുണ്ട്. അവരെ ഞങ്ങൾ വൊക്കേഷണൽ ട്രെയിനിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഡോക്ടർ, വളരെ വിജയകരമായിട്ട് ഒരുപാട് കുടുംബങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന, അല്ലെങ്കിൽ അവർക്കൊരു കരുത്തായി തന്നെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഗ്രാറ്റസ് കിഡ്സ്. തീർച്ചയായിട്ടും ഈ ഒരു സെന്ററിന്റെ വിജയത്തിൽ നമ്മുടെ സ്റ്റാഫുകളുടെ ആ ഒരു പങ്കാളിത്തവും വളരെ വലുതാണ്. അപ്പം നമ്മുടെ സ്റ്റാഫുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതൊക്കെ സെഷൻ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സെന്ററിന്റെ മുന്നോട്ട് പോക്ക്, എന്താണ് അതിനെക്കുറിച്ചും അവരുടെ വിശേഷങ്ങൾ പറയാനുള്ളത്? നമുക്കിവിടെ സ്റ്റാഫ് പാറ്റേൺ വരുന്നത് 2 സൈക്കോളജിസ്റ്റ്, 2 സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ്, ഒരു ഫിസിയോ ആൻഡ് സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പിസ്റ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്കൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, പിന്നെ നമുക്ക് കെയർ ടേക്കേഴ്സ് 2 പേരാണുള്ളത്, പിന്നെ നമ്മുടെ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്, അങ്ങനെ എല്ലാം ചേർന്ന് ഒരു 10 പേരാണ് നമ്മുടെ ഒരു സ്റ്റാഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു 2 യൂണിറ്റിനുള്ള സ്റ്റാഫാണ്. 2 യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റ് നമുക്ക് ഒരു കുട്ടിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള തെറാപ്പികളെല്ലാം കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു യൂണിറ്റിൽ നമുക്ക് 30-35 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു സ്റ്റാഫ് ഒരു ദിവസം അറ്റൻഡ് ചെയ്യുന്നത് 10 കുട്ടികളെയാണ് മാക്സിമം. 45 മിനിറ്റിൻ്റെ ഒരു സെഷനാണ് ഒരു കുട്ടിക്ക് കിട്ടുന്നത്. അങ്ങനെ 10 സെഷനാണ് ഒരു സ്റ്റാഫ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിപ്പോൾ 2 യൂണിറ്റാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഏകദേശം 65ഓളം കുട്ടികളാണ് ഇപ്പോൾ ലൈവായിട്ട് ഇവിടെ ഉള്ളത്. നമ്മുടെ പ്രീ സ്കൂളിൽ 8 കുട്ടികളാണുള്ളത്. പ്രീ സ്കൂൾ ട്രെയിനിങ് എന്നൊരു പ്രോഗ്രാം കൂടി ഞങ്ങളിതിൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതായത് പല കുട്ടികൾക്കും സ്കൂളിലേക്ക് പോകാൻ പറ്റാറില്ല, സ്കൂളിന് കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാറില്ല, കുട്ടികളുടെ ഹൈപ്പർ ആക്ടിവിറ്റി കൊണ്ടും സിറ്റിംഗ് ടോളറൻസ് ഇല്ലാത്തതുകൊണ്ടും എല്ലാം തന്നെ പറ്റാറില്ല. അങ്ങനെയുള്ള കുട്ടികളെ നോർമൽ സ്കൂളിലേക്ക് പോകാൻ കേപ്പബിൾ ആക്കുക, അതാണ് ഞങ്ങളുടെ പ്രീ സ്കൂളിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രീ സ്കൂൾ കൂടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഗ്രാറ്റസ് കിഡ്സിൻ്റെ വിജയം എന്ന് പറയുന്നത്, ഗ്രാറ്റസ് കിഡ്സിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് ടീമുണ്ട്. ഗ്രാറ്റസ് കിഡ്സിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ഇത്രയധികം തെറാപ്പിസ്റ്റുകളുണ്ട്. ഇതൊരിക്കലും ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു വിജയമല്ല ഗ്രാറ്റസ് കിഡ്സിലുള്ളത്. ഇതൊരു ടീമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ടീമാണ് ഇവിടെ ഒരു കുട്ടിയെ കൺസൾട്ട് ചെയ്യുന്നതും അസസ്മെൻറ്റ് ചെയ്യുന്നതും എല്ലാം തന്നെ. ഈ ഒരു ടോട്ടൽ ഒരു ടീമിൻ്റെ വിജയമാണ് ഗ്രാറ്റസ് കിഡ്സിൻ്റെ വിജയം എന്ന് പറയുന്നത്. വളരെയധികം സന്തോഷം ഡോക്ടർ. കാരണം ഒരു ആയുർവേദത്തിലൂടെ വന്ന് ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് എത്തുകയും അതൊരു വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ഇത് എങ്ങനെ എത്തും എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിൽ ഡോക്ടറിന്റെ മുമ്പിൽ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കാം, അല്ലേ? എങ്കിലും ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഒരു വലിയൊരു വിജയമായി മാറിയിരിക്കുകയാണ് നമ്മുടെ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ. അതുപോലെ നമ്മുടെ സെന്ററിലേക്ക് എത്തുന്ന പേരൻസിന്റെ അവരുടെ സന്തോഷം, അവരുടെ ജീവിതത്തിൽ അവരുടെ കുട്ടികളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം തീർച്ചയായിട്ടും ഗ്രാറ്റസ് കിഡ്സിന്റെ അല്ലെങ്കിൽ താങ്കളുടെ നമ്മുടെ ഈ ഒരു സെന്ററിന്റെയൊക്കെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻ, മനസ്സിൽ എന്താണ് ഭാവി പരിപാടികളെ കുറിച്ചുള്ള ആലോചനകൾ എന്തൊക്കെയാണ്? ഭാവി പരിപാടികളെ കുറിച്ചുള്ള വലിയ ആലോചനകളൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇല്ല. പക്ഷേ നമുക്ക് ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ ഒരുപാടുണ്ട്. അപ്പോൾ എങ്ങനെ ആ കുട്ടികളെ എങ്ങനെയാണ് നമ്മുടെ സോഷ്യൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, എങ്ങനെയാണ് ആ കുട്ടികളെ ഫങ്ഷണൽ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോ ദിവസത്തെയും ആലോചന. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്നുള്ള രീതിയിലോ ഒക്കെയും പ്രവർത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതൊക്കെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഒരുപാട് കുട്ടികളെ നമുക്കവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് കുട്ടികളുടെ ലൈഫിലേക്ക് അതൊരു വലിയ വെളിച്ചമാവാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഇതിന്റെ ടീമും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അതുപോലെ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഒരു വളർച്ചയും അല്ലെങ്കിൽ അതിന്റെ ഒരു വിജയവും തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടും ഒരു വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട്. നമ്മുടെ ഓൺ ഫാമിലി വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണുള്ളത്? എൻ്റെ വീട്ടിലുള്ളത് ഭാര്യയുടെ അമ്മയുണ്ട്, എൻ്റെ ഒരു മകനുണ്ട്, UKG പഠിക്കുന്നു.
എൻ്റെ അച്ഛനും അമ്മയുണ്ട്. ഇത്രയാണ് എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. വൈഫും ഡോക്ടറാണ്. വൈഫ് പറളിയിലെ ആയുർവേദ ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യാണ്. വളരെ സന്തോഷത്തോടെ എല്ലാ സപ്പോർട്ടും നമ്മളിലേക്കുണ്ട്. ഓക്കെ, തീർച്ചയായും. കാരണം ഇതിൻ്റെ ഒരു വർക്ക്, ഞാനിപ്പോൾ ഇവിടുത്തെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാമാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ വൈഫാണ്. അതുപോലെ തന്നെ മറ്റ് വെബ്സൈറ്റ് കാര്യങ്ങൾ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈഫാണ്. അപ്പോൾ ആ ഒരു മേഖല ഫുള്ള്, സത്യം പറഞ്ഞാൽ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ആ ഭാഗം ഫുള്ള് ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു രീതിയിൽ മുന്നോട്ട് പോകുന്നു. വളരെയധികം സന്തോഷം ഡോക്ടർ. ഇനിയും ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പേരൻസിന് ഡോക്ടറിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു പ്രസ്ഥാനം അവർക്കൊരു പുതു വെളിച്ചം നൽകട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഗിരാട്ടസ് കിഡ്സ് പാലക്കാട് സ്ഥിതി ചെയ്യുന്ന, പാലക്കാട് ചന്ദ്രാനഗർ കേന്ദ്രമായി സ്ഥിതി ചെയ്യുന്ന ഗിരാട്ടസ് കിഡ്സ് ഓട്ടിസം സെന്റർ ആൻഡ് ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ഒരുപാട് കുട്ടികൾക്ക്, ഒരുപാട് കുടുംബങ്ങൾക്ക് ആശ്രയമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് താങ്കളുടെ വിലപ്പെട്ട സമയം വിരുന്നിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മാറ്റിവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി.